ചെലവ് ചുരുക്കൽ നടപടികളുമായി KSRTC വിരമിക്കുന്ന മിനിസ്റ്റീരിയൽ സ്റ്റാഫുകൾക്ക് പകരം പുതിയ നിയമനമുണ്ടാകില്ല. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് തീരുമാനം. ഡിപ്പോകളിലെ വരവ് ചെലവ് കണക്കുകൾ ചീഫ് ഓഫീസിൽ അറിയിക്കാൻ പ്രത്യേക സംവിധാനം വരും. സ്പെയർ പാർട്സ് വാങ്ങലിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ദീർഘകാല കരാറുകൾ പുനഃപരിശോധിക്കും. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ചുമതലയേറ്റ ഉടൻ തന്നെ KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയതാണ് ഇത്തരത്തിൽ KSRTCയെ കരകയറ്റാൻ നടപടി ഉണ്ടാകുമെന്ന്. എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇപ്പോൾ വരുന്നത്? പ്രതീഷ്. ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ KB ഗണേഷ് കുമാർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ KSRTCയെ നവീകരിക്കുന്നതിനും ഒപ്പം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് ചെലവ് ചുരുക്കൽ നടപടിയാണ്. ഇപ്പോൾ ഒരു പുതിയ പരിഷ്കരണത്തിലേക്ക് കൂടി അല്ലെങ്കിൽ പരിഷ്കരണ പ്രവർത്തനങ്ങളിലേക്ക് കൂടി KSRTC കടന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിതല യോഗം ചേർന്നിരുന്നു. ഈ മന്ത്രിതല യോഗത്തിലാണ് ചില തീരുമാനങ്ങൾ എടുത്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്പെയർ പാർട്സ് വാങ്ങലിന് ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നു എന്നതാണ്. നേരത്തെ ഈ സ്പെയർ പാർട്സ് വാങ്ങലുമായി ബന്ധപ്പെട്ട് പല അഴിമതി ആരോപണങ്ങളും ഉയർന്നിരുന്നു. അത് കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങളും ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സുതാര്യമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സ്പെയർ പാർട്സ് വാങ്ങലിൽ ദീർഘകാല കരാറുകൾ പുനഃപരിശോധിക്കാനും തീരുമാനമായിട്ടുണ്ട്. 3 മാസം വരെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങാനായിരിക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുക. ഒപ്പം സ്പെയർ പാർട്സ് വിതരണം കാര്യക്ഷമമാക്കാൻ കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ സംവിധാനം ഏർപ്പെടുത്താനും ആലോചിക്കുന്നുണ്ട്. കൃത്യമായി ഓരോ ഡിപ്പോകളിൽ നിന്നുമുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ചീഫ് ഓഫീസിനെ അറിയിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉന്മേഷ. ശരി. MG പ്രതീഷ് തിരുവനന്തപുരത്ത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.